ഹായ് നമസ്കാരം. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ചക്ക വച്ചതാണ്. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് ചക്ക വച്ചതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വൃത്തിയാക്കി വെച്ച ചക്കച്ചുള ഇതേപോലെ വട്ടത്തിൽ നന്നായിട്ട് അരിഞ്ഞ് എടുക്കുക. ഉള്ളിലത്തെ പ്ലാസ്റ്റിക് പോലെയുള്ള തൊലിയും പുറത്തത്തെ ചമണിയൊക്കെ മാറ്റിയിട്ട് വേണം ഇങ്ങനെ വൃത്തിക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലുള്ള കുരു ഇതേപോലെ വൃത്തിയാക്കി 3-4 കഷ്ണങ്ങളായി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ചക്കയുടെ കൂടെ ചേർക്കുക. നമ്മൾ മൊത്തം ഉപയോഗിക്കുന്ന ചക്കച്ചുളയുടെ 1/4 ഭാഗം മാത്രമേ കുരുവിൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ആദ്യം ചക്കക്കുരുവാണ് ഇടേണ്ടത്. ചക്കക്കുരുവിന് വേവ് കൂടുതലുകൊണ്ടാണ് ആദ്യം ചക്കക്കുരു ഇടുന്നത്. അതിന് മുകളിലായിട്ട് വേണം ബാക്കി വരുന്ന ചക്കച്ചുളയൊക്കെ ഇട്ട് കൊടുക്കാൻ. ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ വീഡിയോയിലുണ്ട്. അതെല്ലാം ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഇതേപോലെ ചക്ക മൊത്തമായിട്ട് ചട്ടീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പിന്നെ 1 ഗ്ലാസ് വെള്ളം, ഇതിനാവശ്യമായിട്ടുള്ള വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ചക്ക നമ്മുടെ റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ ഇതേപോലെ. ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇളക്കാൻ. എന്നിട്ട് അത് ചട്ടിയിൽ ചക്കയ്ക്ക് വറുത്തിടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. വൈകുന്നേരത്തെ 4 മണി ചായയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.